Chapter 5 Measuring Things. In our previous class, we have read about the various measuring devices. Let us now see how we can use these devices to measure things. അതായത് കഴിഞ്ഞ ക്ലാസ്സുകളിൽ, അതായത് 3ാം ക്ലാസ്സിൽ 2ാം ക്ലാസ്സിലൊക്കെ നിങ്ങൾ ധാരാളം മെഷറിംഗ് ഡിവൈസസിനെ പറ്റി പഠിച്ചിട്ടുണ്ട് അല്ലേ? ഇപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിൽ എങ്ങനെയാണ് അവ ഉപയോഗിച്ച് നമുക്ക് വസ്തുക്കൾ മെഷർ ചെയ്യുന്നത് എന്നതിനെ പറ്റി മനസ്സിലാക്കാം. വി ഓൾസോ ഡിസ്കസ് ദീസ് ടോപ്പിക്സ് ഇൻ your mathematics textbook. Okay, first one, length. We measure the length of an object using ruler, meter rod or measuring tape. അതായത് ലെങ്ത് മെഷർ ചെയ്യാനായിട്ട് നമ്മൾ ഏതൊക്കെയാണ് ഉപയോഗിക്കുന്നത്? റൂളറോ അല്ലെങ്കിൽ മീറ്റർ റോഡോ അല്ലെങ്കിൽ മെഷറിംഗ് ടേപ്പോ ആണ് ഉപയോഗിക്കുന്നത്. അപ്പുറത്ത് ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ മെഷർമെൻറ്റ് ഓഫ് എൻ ഒബ്ജക്റ്റ് ഫ്രം എൻഡ് ടു എൻഡ്. ഒരു വസ്തുവിൻ്റെ ഒരറ്റത്ത് നിന്ന് മറ്റൊരറ്റത്തേക്കുള്ള അതിൻ്റെ ആ ഒരു മെഷർമെൻറ്റ്, അതാണ് നമ്മൾ ലെങ്ത് എന്ന് പറയുന്നത് അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താണ് ലെങ്ത്, നീളം അല്ലേ? എ മീറ്റർ റോഡ് ഈസ് യൂസ്ഡ് ബൈ എ ക്ലോത്ത് ഡീലർ ടു മെഷർ ദ ലെങ്ത് ഓഫ് മെറ്റീരിയൽസ്. ക്ലോത്ത് ഈസ് മെഷേർഡ് ഇൻ മീറ്റേഴ്സ് അല്ലേ? നമ്മൾ തുണിക്കടകളിൽ പോകുമ്പോൾ നിങ്ങൾക്കറിയാം അല്ലേ, അവിടെയുള്ള ആളുകൾ ഒരു മീറ്റർ റോഡ് ഉപയോഗിച്ചിട്ടാണ് തുണിയുടെ നീളം പറയുക അല്ലേ? അപ്പോൾ തുണിയുടെ നീളം നമ്മളെങ്ങനെ മീറ്ററിലാണ് പറയുക അല്ലേ? അപ്പോൾ അതിന് തുണിക്കടകളിൽ ലെങ്ത് മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്? മീറ്റർ റോഡ്. എ മെഷറിംഗ് ടേപ്പ് ഈസ് മോസ്റ്റ് കോമൺലി യൂസ്ഡ് ബൈ എ ടൈലർ. ഇനി നമ്മളൊരു ടൈലറുടെ അടുത്ത് പോയാൽ എങ്ങനെയാണ് നമ്മുടെ തുണിയുടെ അളവ് എടുക്കുന്നത്? മെഷറിംഗ് ടേപ്പ് ഉപയോഗിച്ചിട്ടാണ് അല്ലേ? എ റൂളർ ഈസ് യൂസ്ഡ് ടു മെഷർ സ്മോൾ ലെങ്ത്സ്. സ്മോൾ ലെങ്ത്സ് മെഷർ ചെയ്യാൻ നമ്മൾ റൂളറാണ് ഉപയോഗിക്കുന്നത്. ബ്രെയിൻ ടീച്ചറിൽ എന്താ തന്നിരിക്കുന്നത്? വിച്ച് ഓഫ് ദീസ് യൂണിറ്റ്സ് വിൽ യു യൂസ് ടു മെഷർ ദ ലെങ്ത് ഓഫ് യുവർ പെൻസിൽ ബോക്സ്? പെൻസിൽ ബോക്സിൻ്റെ ലെങ്ത്ത് നമ്മൾ എന്തിലാണ് മെഷർ ചെയ്യുക? മീറ്റേഴ്സിലാണോ സെൻറ്റിമീറ്റേഴ്സിലാണോ? സെൻറ്റിമീറ്റേഴ്സിലാണ് അല്ലേ? നമ്മുടെ പെൻസിൽ ബോക്സിന് അധികം നീളമൊന്നും ഉണ്ടാവില്ല അല്ലേ? അപ്പോൾ അതുകൊണ്ട് നമ്മൾ സെൻറ്റിമീറ്റേഴ്സിലാണ് അത് അളക്കുന്നത്. നെക്സ്റ്റ്, മെഷറിംഗ് ലെങ്ത് യൂസിങ് എ റൂളർ. റൂളർ ഉപയോഗിച്ച് എങ്ങനെയാണ് നമുക്ക് ലെങ്ത് മെഷർ ചെയ്യുക എന്നതിനെ പറ്റി നോക്കാം. എ റൂളർ ഹാസ് മാർക്കിങ്സ് ഇൻ സെൻറ്റിമീറ്റേഴ്സ് ആൻഡ് ഇഞ്ചസ്. നിങ്ങൾക്കറിയാം റൂളറിൽ എങ്ങനെയാണ് മാർക്കിംഗ് ഉള്ളത്? ഒരു സൈഡിൽ സെൻറ്റിമീറ്റേഴ്സ് ഉണ്ടാവും അല്ലേ? അപ്പുറത്തെ ഭാഗത്ത് ഇഞ്ചസും അടയാളപ്പെടുത്തിയിട്ടുണ്ടാവും. വൈൽ യൂസിങ് it, we need to take care of certain things. Let us see how we can measure the length of a given line correctly using centimeter markings in a ruler. അതായത് നമ്മൾ റൂളർ ഉപയോഗിച്ചിട്ട് ഒരു വസ്തുവിൻ്റെ ലെങ്ത്ത് മെഷർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. അപ്പോൾ താഴെ ഒരു ലൈൻ തന്നിട്ടുണ്ട് അല്ലേ? ആ ലൈനിൻ്റെ ലെങ്ത്ത് നമ്മൾ എങ്ങനെയാണ് കറക്റ്റായിട്ട് റൂളർ ഉപയോഗിച്ച് മെഷർ ചെയ്യുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, കീപ് ദ റൂളർ സ്ട്രെയിറ്റ്. ആദ്യം നമ്മൾ റൂളർ സ്ട്രെയിറ്റ് ആയിട്ട് വെക്കുക. സെക്കൻഡ്, പ്ലേസ് ദ റൂളർ ഇൻ സച്ച് എ വേ ദാറ്റ് ദ ഫസ്റ്റ് മാർക്കിംഗ് ഓൺ ദ റൂളർ ടച്ചസ് ദ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് ദ ലൈൻ. ശ്രദ്ധിക്കുക, റൂളറിൻ്റെ മാർക്കിംഗ് തുടങ്ങുന്നിടത്ത് നമ്മുടെ ലൈനിൻ്റെ ഒരു എൻഡ് കൊണ്ടുവന്ന് നിർത്തുക. Sit straight and focus from the top and not from the sides. ഇനി നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് റൂളർ വെക്കുക, അല്ലാതെ നമ്മൾ റൂളർ വെക്കുമ്പോൾ അത് ചെരിയാനോ വളയാനോ പാടില്ല. മുകളിൽ നിന്ന് നോക്കുമ്പോൾ നല്ല സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഇരിക്കണം. അവോയ്ഡ് യൂസിങ് എ റൂളർ വിത്ത് ബ്രോക്കൺ എൻഡ്സ്. ഇനി റൂളറിൻ്റെ അറ്റഭാഗം, ഏറ്റവും തുടങ്ങുന്ന ഭാഗം പൊട്ടിയ തരത്തിലുള്ള റൂളേഴ്സ് നമ്മൾ ഉപയോഗിക്കരുത്. അപ്പോൾ നമുക്ക് എന്ത് പറ്റും? ഫസ്റ്റുള്ള മെഷർമെൻറ്റ്, ആദ്യത്തെ എൻഡിലുള്ള മെഷർമെൻറ്റ് തെറ്റും. അതുകൊണ്ട് പൊട്ടിയ എൻഡുള്ള റൂളേഴ്സ് നമ്മൾ ഉപയോഗിക്കാതിരിക്കുക. ദ ലെങ്ത് ഓഫ് ദ ലൈൻ വുഡ് ബി ദ റീഡിംഗ് ഓൺ ദ റൂളർ ദാറ്റ് ടച്ചസ് ദ എൻഡ് പോയിൻറ്റ് ഓഫ് ദ ലൈൻ. അതായത് ഇനി
നമ്മുടെ ലൈനിൻ്റെ എൻഡ് പോയിൻ്റ് എവിടെയാണെന്ന് നോക്കുക. ആ എൻഡ് പോയിൻറ്റിൽ കറക്റ്റ് മെഷർമെൻറ്റ് റൂളറിൽ നോക്കുക. അപ്പോൾ നമുക്കതിൻ്റെ ലെങ്ത്ത് കിട്ടും. മനസ്സിലായോ? ഇൻ ദ ഗിവൺ പിക്ചർ ഇറ്റ് ഈസ് 10 സെൻറ്റിമീറ്റർ. നമുക്ക് താഴെ തന്നിരിക്കുന്ന പിക്ചറിൽ ആ ലൈനിൻ്റെ നീളം എത്രയാണ്? 10 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ റൂളർ ഉപയോഗിച്ചിട്ട് ലെങ്ത്ത് മെഷർ ചെയ്യുന്നത്. ഓക്കെ. Next, capacity. Capacity is the measure of the amount of the liquid a container can hold. അതായത് ഒരു കണ്ടെയ്നറിന് ഉൾക്കൊള്ളാവുന്ന എമൗണ്ട് ഓഫ് ലിക്വിഡ്, അതിനെയാണ് നമ്മൾ കപ്പാസിറ്റി എന്ന് പറയുന്നത്. വി യൂസ് എ graduated beaker, measuring cylinder or a measuring glass to measure capacity. അതായത് നമ്മൾ ഗ്രാജുവേറ്റഡ് ബീക്കർ അല്ലെങ്കിൽ മെഷറിംഗ് സിലിണ്ടർ അല്ലെങ്കിൽ മെഷറിംഗ് ഗ്ലാസ് ആണ് കപ്പാസിറ്റി മെഷർ ചെയ്യാനായിട്ട് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്. ദേ ആർ ഡിവൈഡഡ് ഇൻ ടു ഈക്വൽ പാർട്സ് ആൻഡ് ഹാവ് മാർക്കിങ്സ് ഓൺ ദം. അവയിൽ മാർക്കിങ്സ് ഉണ്ടാവും. അങ്ങനെയാണ് നമുക്ക് അതിലുള്ള ലിക്വിഡിൻ്റെ അളവ് പറയാനായിട്ട് കഴിയുന്നത്. ദീസ് ഹെൽപ്പ് us to measure the exact quantity of liquid എ കണ്ടെയ്നർ ക്യാൻ ഹോൾഡ്. അതായത് ഈ മാർക്കിങ്സ് ഉള്ള ബീക്കറുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ ആ കണ്ടെയ്നറിൽ എത്രത്തോളം വെള്ളം കൊള്ളുമെന്ന് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് കഴിയുന്നു. അപ്പം അങ്ങനെയാണ് നമുക്ക് കപ്പാസിറ്റി അറിയാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ. ദീസ് മെഷറിംഗ് ഡിവൈസസ് മെഷർ കപ്പാസിറ്റി ഇൻ സ്റ്റാൻഡേർഡ് യൂണിറ്റ്സ് ലൈക്ക് ലിറ്റേഴ്സ് ആൻഡ് മില്ലി ലിറ്റേഴ്സ്. ഇനി കപ്പാസിറ്റിയുടെ സ്റ്റാൻഡേർഡ് യൂണിറ്റ്സ് ഏതൊക്കെയാണ്? ലിറ്റേഴ്സും അതുപോലെ തന്നെ മില്ലി ലിറ്റേഴ്സും. നെക്സ്റ്റ്, മെഷറിംഗ് കപ്പാസിറ്റി യൂസിങ് നോൺ സ്റ്റാൻഡേർഡ് യൂണിറ്റ്സ്. We often hear people say, I normally have 8 to 10 glasses of water every day, or I have put 4 bowls of water in the rice. Utensils like spoons, cups, bowls and glasses are normally used at homes for measuring capacity. They measure capacity in non-standard units. അതായത് നമ്മൾ വീടുകളിൽ ഉപയോഗിക്കുന്ന സ്പൂൺസ്, കപ്സ്, ബൗൾസ്, ഗ്ലാസസ്, മഗ്സ്, ഇതൊക്കെ എന്താണ്? നോൺ സ്റ്റാൻഡേർഡ് യൂണിറ്റ്സ് ആണ് അല്ലേ? അതിൽ എത്രത്തോളം വെള്ളം ഉണ്ടെന്ന് നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല. എങ്കിലും നമ്മളൊരു അളവ് പാത്രം പോലെയാണ് ഈ സ്പൂണ്, കപ്പ് അതൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയില്ലേ, ഞാൻ 8 ഗ്ലാസ് വെള്ളം കുടിച്ചു, അല്ലെങ്കിൽ 3 ഗ്ലാസ് വെള്ളം കുടിച്ചു, അല്ലെങ്കിൽ 4 ബൗള് വെള്ളം നമ്മൾ ഭക്ഷണം പാകം ചെയ്യാനായിട്ട് ഉപയോഗിച്ചു. ഇതൊക്കെ നമ്മൾ പറയുന്നത് എന്താണ്? നോൺ സ്റ്റാൻഡേർഡ് യൂണിറ്റ്സ് ആണ് കേട്ടോ. ഓക്കെ. നെക്സ്റ്റ്, മാസ്. Mass of an object is the amount of matter in a body. അതായത് ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന മാറ്ററിൻ്റെ എമൗണ്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? മാസ് അഥവാ ഭാരം എന്ന് പറയുന്നത്. ഇൻ സിമ്പിൾ വേർഡ്സ്, മാസ് ഓഫ് എൻ ഒബ്ജെക്റ്റ് ടെൽസ് us how heavy or light that object is. അതായത് മാസ് എന്ന് പറയുന്നത് ഒരു വസ്തുവിൻ്റെ ഭാരം, അതാണ് മാസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വി മെഷർ മാസ് using a weighing scale, beam balance or an electronic balance. നമുക്ക് മാസ് അളക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ഏതൊക്കെയാണ്? വെയിങ് സ്കെയിൽ, ബീം ബാലൻസ് ഓർ ആൻ ഇലക്ട്രോണിക് ബാലൻസ്. അതിൻ്റെയൊക്കെ പിക്ചേഴ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾ നോക്കി മനസ്സിലാക്കാം. വി യൂസ് ദീസ് ഡിവൈസസ് ടു weigh things in standard units like grams and kilograms. ഇത് ഉപയോഗിച്ച് നമുക്ക് വസ്തുക്കളുടെ ഭാരം ഗ്രാംസിലോ കിലോഗ്രാംസിലൊക്കെ പറയാനായിട്ട് കഴിയുന്നു. Okay. Accept challenge. Which of these will you use to weigh yourself? Beam balance, weighing scale. അതായത് നമ്മുടെ ശരീരത്തിൻ്റെ ഭാരം നോക്കുന്നതിന് വേണ്ടി നമ്മൾ ഏതാ ഉപയോഗിക്കുക? വെയിങ് സ്കെയിലാണ് ഉപയോഗിക്കുക അല്ലേ? ബീം ബാലൻസിൽ നമ്മൾ വസ്തുക്കളുടെ ഭാരമാണ് നോക്കാനായിട്ട് ഉപയോഗിക്കുക. ഓക്കെ. നോളജ് ബാങ്ക്. ആൻ ഇലക്ട്രോണിക് ബാലൻസ് മെഷേഴ്സ് ദ മാസ് ഓഫ് എൻ ഒബ്ജെക്റ്റ് മോർ അക്യുറേറ്റ്ലി ദാൻ എ ബീം ബാലൻസ്. അതായത് ബീം ബാലൻസ് ഉപയോഗിച്ച് നമ്മൾ വസ്തുക്കളുടെ ഭാരം അളക്കുന്നതിനേക്കാൾ കറക്റ്റായിട്ട് മില്ലി ഗ്രാം വരെ നമുക്ക് ഇലക്ട്രോണിക് ബാലൻസ് ഉപയോഗിച്ച് മെഷർ ചെയ്യാനായിട്ട് കഴിയും. ഓക്കെ. നെക്സ്റ്റ്, ടെമ്പറേച്ചർ. The term temperature refers to the degree of hotness or coldness
ഓഫ് എ ബോഡി, അതായത് ഒരു വസ്തുവിനുണ്ടാകുന്ന ചൂടിൻ്റെ അളവ് അല്ലെങ്കിൽ തണുപ്പിൻ്റെ അളവ്, അതാണ് നമ്മൾ ടെമ്പറേച്ചർ എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. വി യൂസ് എ തെർമോമീറ്റർ ടു മെഷർ ടെമ്പറേച്ചർ മെഷർ ചെയ്യാനായിട്ട് നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത്? തെർമോമീറ്റർ. ദ കോമൺലി യൂസ്ഡ് യൂണിറ്റ്സ് ഓഫ് ടെമ്പറേച്ചർ ആർ ഡിഗ്രി സെൽഷ്യസ് ആൻഡ് ഡിഗ്രി ഫാരൻഹീറ്റ്. അതായത് നമ്മൾ സാധാരണയായിട്ട് ടെമ്പറേച്ചർ മെഷർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് ഡിഗ്രി സെൽഷ്യസ്, അതുപോലെ തന്നെ ഡിഗ്രി ഫാരൻഹീറ്റുമാണ്. ഈച്ച് ഡേ ഹാസ് ഇറ്റ്സ് ഓൺ മാക്സിമം ആൻഡ് മിനിമം ടെമ്പറേച്ചർ. ഇറ്റ് ഈസ് റെക്കോർഡഡ് ബൈ എ സ്പെഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റ് സെറ്റപ്പ് ബൈ ദ ഗവൺമെൻറ് നോൺ ആസ് ദ meteorological department. You must have often seen their data on the television or in the newspaper. അതായത് ഓരോ ദിവസത്തെയും കൂടിയ ടെമ്പറേച്ചർ അതുപോലെ കുറഞ്ഞ ടെമ്പറേച്ചറും റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടി ഒരു ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. അതാണേത്? മീറ്ററോളജിക്കൽ ഡിപ്പാർട്ട്മെൻ്റ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് ന്യൂസൊക്കെ വായിക്കുമ്പോൾ നിങ്ങൾ ടെലിവിഷനിൽ കണ്ടിട്ടുണ്ടാവും അല്ലേ? അതേപോലെ തന്നെ ന്യൂസ് പേപ്പറിലും നമുക്ക് കാലാവസ്ഥ നിരീക്ഷണ വകുപ്പിൻ്റെ ആ കാര്യങ്ങൾ അറിയാനായിട്ട് സാധിക്കും. വി യൂസ് എ ഡോക്ടേഴ്സ് തെർമോമീറ്റർ ടു മെഷർ ദ ടെമ്പറേച്ചർ ഓഫ് അവർ ബോഡി. നിങ്ങൾ പനിയൊക്കെ വന്നിട്ട് ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോകുമ്പോൾ അവർ നിങ്ങളുടെ പനി എത്രത്തോളം ഉണ്ടെന്ന് മെഷർ ചെയ്ത് നോക്കില്ലേ? അതാണ് ഡോക്ടേഴ്സ് തെർമോമീറ്റർ. ഇറ്റ് മെഷേഴ്സ് ദ ടെമ്പറേച്ചർ ഇൻ ഡിഗ്രി സെൽഷ്യസ് ഓർ ഡിഗ്രി ഫാരൻഹീറ്റ്. The normal body temperature of a human being is 37 degrees Celsius or 98.4 degree Fahrenheit. അതായത് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ നമ്മൾ മെഷർ ചെയ്യുന്നത് ഒന്നുകിൽ ഡിഗ്രി സെൽഷ്യസിൽ അല്ലെങ്കിൽ ഡിഗ്രി ഫാരൻഹീറ്റിലാണ്. നമ്മുടെ നോർമൽ ബോഡി ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എത്രയാണ്? 37 degree Celsius or 98.4 degree Fahrenheit എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ.